السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآل كل والصحابة الفائزين برضا الله أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ നിങ്ങൾ പറയുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. ഖൽബുര അടിത്തട്ടിൽ നിന്ന് വന്റെ കൊസി നബി തങ്ങളെ പെറ്റ നിങ്ങൾ ഞങ്ങൾക്ക് ഈമാൻ ഇട്ടവന് ഞങ്ങൾക്ക് ഹിദായത്തിൽ തരുവാടി തന്നെ ഞങ്ങൾക്ക് ഇൽമു പടിമാറ്റി ഞങ്ങൾക്ക് സ്വർഗത്തിൽ എത്തുമാറ്റി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ ജാഗയും ഞങ്ങളുടെ സ്വത്തും എല്ലവും ഉണ്ടാവുക കാരണക്കാരനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജന്മദിങ്ങൾ പറയുമ്പോ അത് ഖൽബുടെ അടിത്തട്ടിൽ നിന്നിട്ട് സ്നേഹം പറഞ്ഞു, തിർസ പറഞ്ഞു, ബഹുമാനം പറഞ്ഞു. അത് ഈമാന്റെ ഭാഗമാണ്, ഔദാര്യമല്ല. റസൂലുള്ളാഹി തങ്ങളെ തിർസാക്കരുത്, റസൂലുള്ളാഹി തങ്ങളെ ബഹുമാനിക്കരുത്, റസൂലുള്ളാഹി തങ്ങളെ മൗലിദ് തിർസാക്കരുത്, റസൂലുള്ളാഹി തങ്ങളെ ബഹുമാനിക്കരുത്. അത് ഞങ്ങളൊരു ഔദാര്യമല്ല, അത് ഞങ്ങൾക്ക് അനിവാര്യമാണ്. ഈമാൻ യാറാവുകയോ ഈമാന് ഗട്ടിയാവുകയോ അത് ഈമാന് കണക്ഷൻ ഉള്ള ഉജൂബായ നിർബന്ധമായ വിഷയമാണ്. ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ ബഹുമാനം ഒരു മനുഷ്യനില്ലേ, അവന്റെ മുഅ്മിനീന് ചൊല്ലതാവില്ല. ഈമാനാണ്, അത് ഈമാനായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും. റസൂലുള്ളാഹി തങ്ങളെ പിരിസാക്കിയ ലോകത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങളെ പിരിസ മനുഷ്യന്മാർ മാത്രമല്ല. റസൂലുള്ളാഹി തങ്ങളെ ബഹുമാനിച്ചത് ആദം നബി അലൈഹിസ്സലാം മുതൽ അന്റെ തുടങ്ങിയ ബഹുമാനായിരിക്കരുത്, അന്റെ തുടങ്ങിയ പിരിസായിരിക്കരുത്. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളെ മനുഷ്യന്മാർ മാത്രമല്ല, ഇലക, മൃഗങ്ങൾ, പ്രാണികൾ, ചന്ദ്രങ്ങൾ, ഇങ്ങനെ പരിസരങ്ങൾ എല്ലാം ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ പിരിസാക്കിയത്. ഓരോന്നും ഒരു കണക്ക് ചരിത്രങ്ങൾ കേട്ടനായിരിക്കടായി. എന്നിട്ട് ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ പിരിസാക്കിയതും ബഹുമാനിച്ചത് നബി തങ്ങളെ കാലത്തിൽ മാത്രമല്ല, ഇന്നത്തെ കാലത്തിൽ നടന്നുകൊണ്ടുള്ള പരിമാണം കണ്ടുകൊണ്ടുള്ള വിഷയമായിരിക്കല്. നബി തങ്ങളെ ആ കാലത്തിന് മാത്രം സീമിതാവാനിട്ട് വർഷ പോയ പോലെ അനുയായികളും മുഹിബുകളും ലക്ഷക്കണക്ക് യാതാവുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടുള്ളത്. എന്നിട്ടോ ഇത് രണ്ടും അല്ലാണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിരിസാക്കിയ റസൂലുള്ളാഹി തങ്ങളെ വിശ്വസിച്ച അല്ലാഹു തആല എത്രമാത്രം ആ നബി തങ്ങളെ ബഹുമാന കൊടുത്തോണോ. നബി തങ്ങളുടെ മുന്നലേ, നബി തങ്ങളെ കാലത്തിക മുന്നലേ 1000 വർഷത്തിക മുന്നലോ 500 വർഷത്തിക മുന്നൽ ഈ ലോകത്തിൽ വന്ന് എത്രയോ ആൾക്കാർ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിരിസാക്കിടാർ, നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചിടാർ. നബി തങ്ങളെ കാലമല്ല, പിന്നെ മാത്രമല്ല നബി തങ്ങൾ വന്റെ കാലത്ത് 1000 വർഷം വന്നോളൂ 500 വർഷം വന്നോളൂ വന്നക ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ പിരിസാക്കിടാർ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ വന്റെ മുമ്പലേ ആ നബി തങ്ങളെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയും ഒരു ടീമിന്റെ അള്ളാഹുടെ റെഡിയാക്കിയത്. ഹബീബ് റസൂലുള്ളാഹി ഒരു ഹദീസിൽ ചൊല്ലും, സബ്ബാഖുൽ ഉമമി സലാസ ലം യക്ഫറു ബില്ലാഹി തർഫത ഐൻ. ഉമ്മത്തികളുടെ കൂട്ടത്തിൽ മുമ്പന്തിൽ നിൽക്കുന്ന 3 ആൾമാരുള്ളാർ അള്ളാഹു തെല്ലേ നിഷേധാക്കാണ്ട് അള്ളാഹു എത്ര വസ്തുക്കൾക്ക് സുജൂദാക്കാണ്ട് അള്ളാഹു മാത്രം സുജൂദാക്കിയ അള്ളാഹുടെ നിഷേധിക്കാത്ത 3 ആൾമാർ ഉന്നത സ്ഥാനത്തങ്ങായിരിക്കാറ്. ഒന്നാമത്തെ അലി റളിയല്ലാഹു അൻഹു, രണ്ടാമത്തത് ഫിർഔന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാള്, ഇനിയൊരു മഹാനായിരിക്കും സാഹിബു യാസീൻ സൂറത്തിലെ തുടക്ക 14 ആയത്തുകളിൽ ചർച്ച ആക്കിയ ചരിത്രത്തിൽ നിങ്ങൾക്ക് ഹബീബുൻ നജ്ജാർ ചൊല്ല മഹാൻ. അള്ളാഹു നിഷേധാക്കിയിട്ടില്ല, അള്ളാഹു എത്ര വസ്തുക്കൾക്ക് സുജൂദാക്കിയിട്ടില്ല. ആ മഹാന്റെ സംബന്ധിച്ചിട്ട് യാസീൻ സൂറത്തിൽ കറാമത്തായിട്ട് ചെന്ന മഹാനായിട്ട് കറാമത്തുകൾ കണ്ട് സ്വർഗം കണ്ട് വഫാത്താവ് ഭാഗ്യത്തെ ഹബീബുൻ നജ്ജാർ ചൊന്ന് അള്ളാഹു യാസീൻ സൂറത്തിൽ വലിയ മഹത്വപ്പെടുത്തിയ കറാമത്തിലെ ഉടമ അക്രമിയായ രാജാവിടെ മുന്നിൽ പോയിട്ട്
അടിവറച്ച ദീൻ പ്രഖ്യാപിച്ച ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു വലിയ ചരിത്രമുള്ള മഹാനാണ്. ആ മഹാൻ ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ ബണ്ടകാണ്ടി 600 വർഷത്തിലൊന്നാണ് ഇവിടെ ജീവിച്ചത്. ആ മഹാന്റെ ചരിത്ര ചൊല്ലുന്നതുകൊണ്ടുണ്ട അന്നഹു മിമ്മൻ ആമന ബി റസൂലില്ലാഹി. റസൂലുള്ളാഹി തങ്ങളുടെ ജന്മത്തെ കാട്ടി 600 വർഷത്തിന് മുന്നിൽ വന്ന് ഉന്നത വലിയായ ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട് വിശ്വസിച്ച മഹാനാണ്. അതുക്കും കാരണം ചൊല്ലത് അദ്ദേഹം ആലിമാണ്, അണ്ടുള്ള അള്ളാഹുടെ കിതാബുകൾ പഠിച്ച ആളാണ്. ആ കിതാബുകളിൽ ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ വിശേഷണങ്ങളും നബി തങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളും കണ്ടത് കൊണ്ടിട്ടോ അയാൾ എന്റെ നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചിട്. ഇത് ഒരാൾക്ക് മാത്രം സീമിതമല്ല. ചരിത്ര കിതാബുകൾ, തഫ്സീർ കിതാബ്, ബഹുമാനപ്പെട്ട റൂഹുൽ ബയാനിൽ ബഹുമാനപ്പെട്ട മഹാനവറുകൾ ഇസ്മായിൽ ഹഖി റളിയല്ലാഹു അൻഹു ചൊല്ലു, എത്രയോ ആൾമാർ ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ പണ്ട് കാട്ടി മുന്നിൽ വിശ്വസിച്ചെന്നാൽ ഒരാളല്ല ചൊന്നാൽമാർ ഇതുപോലെ വിശ്വസിച്ച് അല്ലാഹു തആല നബി തങ്ങളെ മഹത്വങ്ങൾ മുന്നലേ ഉണ്ടാക്കി വെച്ച വിഷയങ്ങളാണ് ഇത്. ഒരു ചരിത്രവും കൂടി ചൊന്നതാണ് ഈ പാട്ട്. ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പണ്ട് മുന്നിൽ ഒരു രാജാവ് മദീനത്ത് കണ്ട് തുബ്ബഉൽ അക്ബർ എന്നറിയപ്പെട്ട ലോകത്തിൽ പേര് കേട്ട രാജാവാണ്. ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ മദീനത്ത് കണ്ട് 1000 വർഷത്തിന് മുന്നത്തെ നടന്ന സംഭവമാണ്. ബഹുമാനപ്പെട്ട റൂഹുൽ ബയാനിൽ ഇസ്മായിൽ ഹഖി റളിയല്ലാഹു അൻഹു ചൊന്ന ചരിത്രമാണ്. അയാൾ ഓർക്ക ഇങ്ങനെ ഇങ്ങനെ സഞ്ചരിക്കുന്ന കൂടത്തിൽ മദീനത്ത് കെട്ടിട് മദീനത്തിൽ തുബ്ബഉൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുമ്പോ ആ മദീനത്തിൽ അയാൾ ഒട്ടിക വന്ന ആൾമാരത്തിലാണ്ട് കൊണ്ടുണ്ട്. അണ്ട് മദീന റസൂലുള്ളാഹിയുടെ റൗള ഉള്ള മദീന അല്ല, അണ്ടത്തെ മദീന ഇത്രയും ജനക്കൂട്ടങ്ങളുള്ള മദീനമല്ല. സഹോദരങ്ങളെ മനസ്സിലാക്കൂ, ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ മദീനത്തിൽ എത്ര 1000 വർഷത്തിന് മുന്നാണ് തുബ്ബ റളിയല്ലാഹു അൻഹു മദീനത്തിൽ പോണ്ടേ. എന്നിട്ടും അയാൾ പോകുമ്പോ അയാളൊട്ടിಗೆ കുതിരയിൽ യാത്രയാക്കിയ സൈനികന്മാരെത്രണ്ട് കൊണ്ടുണ്ട് 1,30,000 ആൾമാർ. നടന്നുകൊണ്ട് അയാളുടെ പോയ സൈനികന്മാരെത്രണ്ട് കൊണ്ടുണ്ട് 1,13,000 ആൾമാർ. ഇങ്ങനെ ഏകദേശം 2 ലക്ഷത്തോളം പണ്ട്, 2 ലക്ഷത്തിൽ അധികവും പണ്ടെങ്കത്തെ 2.5 ലക്ഷത്തോളം പണ്ടെങ്കത്തെ സൈന്യന്മാരൊട്ടിക മദീന പ്രവേശിച്ച തുബ്ബ റളിയല്ലാഹു അൻഹു ആ മദീനത്ത് എത്തിയപ്പോ അയാളുടെ അനുയായികളിൽ എന്നിട്ട് ഒരു 400 വിശേഷപ്പെട്ട ആലിമീങ്ങൾ, ചിന്തകന്മാർ, ബുദ്ധിമാന്മാർ അങ്ങ് ചൊല്ലാറ് തുബ്ബ റളിയല്ലാഹു അൻഹു രാജാവെ ഇനി ഞങ്ങൾ ഊട്ടപ്പുറത്ത് കണ്ടില്ല, ഞങ്ങൾ മദീനത്തിലേക്കടാ. രാജാവ് അത്ഭുതമാവും. രാജാവ് ഇത്രയും അനുയായികളുണ്ട്, പക്ഷെ 400 ആളെ ചൊല്ലുമ്പോ കാരണം കേൾക്കുന്നത് എന്താ നിങ്ങൾ കണ്ടില്ല. சொல்றே ഈ റായ ഇത് മഹത്വപ്പെട്ട രായമാണ്. ഈ ജാഗയെ ഒരു ജാഗ കാട്ടി തന്നെ ചൊല്ലാറ്. ഈ ജാഗക്ക് ഒരാള് പണ്ട് ആളുടെ പേരാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ജാഗയിലാണ് അയാൾ വന്ന് താമസിക്കണേ. പിന്നെ ഈ ജാഗയിലാണ് അയാൾ ഇതേ റായത്താണ് വഫാത്താവിടെ. പിന്നെ രാജാവ് എന്താക്കിട്ട് ഇത്ര നല്ല ആഗ്രഹത്തിൽ ചൊല്ലല്ലേ ഈ 400 ആൾമാർക്കും ഔത്തര വ്യവസ്ഥാക്കട് അവവ്യവസ്ഥാക്കട്, എന്നിട്ട് ധാരാളം സ്വത്ത് കൊടുക്കടു, എന്നിട്ട് ആ രായത്തിലുള്ള അടിമ സ്ത്രീകളെ എടുത്ത് പൈസ എടുത്തിട്ട് മോശനാക്കിയിട്ട് മങ്ങിയനാക്കിയിട്ടും കൊടുക്കടു, ജീവിത വ്യവസ്ഥ ആക്കിയിട്ട്. ആ രാജാവ് പോകുമ്പോ എങ്ങനെ പോണ്ടേണ്ട് ഒന്നുണ്ടാ. ഈ 400 ആലിമീങ്ങൾ ചിന്തകന്മാരിൽ നിന്ന് ഏറ്റവും വലിയ ആലിമിയുടെ കയ്യിലൊരു കഡ്ലാസ് കൊടുക്കടോ. ആ കഡ്ലാസ് കൊടുത്തു ചൊല്ലോ, ഇത് നിങ്ങൾ സൂക്ഷിച്ചിരിക്കണോ. ഇത് ആ മുഹമ്മദ് നബി ഈ മദീനത്ത് ബണ്ടോലും സൂക്ഷിച്ചിട്ട് അയാളുടെ കയ്യിൽ നീങ്ങത്ത് മാറ്റണോ. ആ കഡ്ലാസ് ഉള്ളിൽ 1000 വർഷത്തിൽ കൊണ്ടുള്ള കഡ്ലാസ് എന്തിന് ഇന്നി ആമന്തു ബി റസൂലില്ലാഹി, ഹബീബ് റസൂലുള്ളാഹിയെ വിശ്വസിച്ചിര, ഹബീബ് തങ്ങളെ ദീനാണ് അംഗീകരിച്ചിര. 1000 വർഷത്തെ നിങ്ങൾ ചൊല്ലൽ ചെയ്യും. മനസ്സിലാക്കണം, മദീനത്തിൽ
അങ്ങനെ അവ എടുത്തു കൊടുക്കുന്നു. ഒരു അവ ഉണ്ടാക്കി കൊടുക്കണ ഈ രാജാവു എന്നിട്ട് ചൊല്ലു ആ നബി വന്നെങ്കിൽ ഇതേ ഔത്തിൽ താമസിക്കണു. ചരിത്രന്മാർ ചൊല്ലാറ് ഹബീബ് റസൂലുള്ളാഹി തന്നെ മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ വന്ന ടൈമിലു സ്വഹാബികളെല്ലാവരും നണ്ടൗത്തോട് വിളിച്ച ടൈമിലു ഒറ്റ ഒരു ജാഗയിലും ദയിക്കില്ല പോയിക്കൊണ്ടുണ്ടു. അപ്പൊ നബി തന്നെ ചൊല്ലു നിങ്ങൾ യാരെന്നും ചൊല്ലു പോവേണ്ട, അള്ളാഹുടെ ആജ്ഞ ഉള്ള വണ്ടായിരിക്കണേ, അത് ഇഷ്ടമുള്ള ജാഗയിൽ അള്ളാഹുവിന്റെ ജാഗയിൽ ദയിക്കണേ, നിങ്ങൾക്ക് ശ്രമിക്കണ്ട. അങ്ങനെ പോയിട്ട് ഈ ഒറ്റ കാൽ കുത്തിയ ജാഗമാണ് അബൂ അയ്യൂബ് അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ സുപ്രസിദ്ധ ആ സുഹാബിയുടെ അവ. ഇയാളെ സംബന്ധിച്ചിട്ട് ചരിത്രകാരന്മാർ ചൊല്ലത് ഇയാള് അന്നത്തെ വലിയ ആലിമില്ല രാജാവ് കൊടുത്ത് ആ കഡ്ലാസ് കിട്ടിയ ആ ആലിമിയുടെ പുള്ളിയായിരിക്കത് ഈ അബൂ അയ്യൂബ് അൻസ്വാരി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഹബീബ് റസൂലുള്ളാഹി തന്നെ 1000 വർഷം കഴിഞ്ഞിട്ട് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു വന്നിട്ടാകുമ്പോ ആ കഡ്ലാസ് അണ്ടൽദിയ കഡ്ലാസ് ഓമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ കയ്യില് ആ പുള്ളിമാർ കൂടെ കൊടുത്ത് ആ കഡ്ലാസ് ആ അണ്ടത്തെ വലിയ ആലിമിയുടെ പുള്ളി കൊടുക്കുമ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നുപട ചൊല്ലു മർഹബൻ ബി തുബ്ബ അൽ അഖി സ്വാലിഹ്, സ്വാലിഹായ ചങ്ങായിയായ തുബ്ബ രാജാവുക്ക് സ്വാഗത. അടുത്ത ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ. എന്നിട്ട് മദീനത്ത് അറിയപ്പെട്ട 2 കൂട്ട അൻസ്വാരികളെ മുന്നത്തെ പേരായിട്ട് ഔസ് ഖസ്റജ്. മദീന ചരിത്രമുള്ള ഔസ് ഖസ്റജിലായിരിക്കുന്നത് വലിയ കുടുംബമാണ്, 2 കുടുംബം. അങ്ങനെ പിന്നീട് അൻസ്വാരികളായി ഒരു കുടുംബം പോലെ ആയി മാറിയത് ഹബീബ് റസൂൽ മാറ്റിയത്. ആ ഔസ് ഖസ്റജുകളുടെ മദീനത്തെ പ്രഗൽഭമായ 2 കുടുംബം ഈ 400 ആലിമീങ്ങളും ചിന്തകന്മാരെ പുള്ളിമാരെ ചെന്നിട്ടാണ് ചരിത്ര പരിപാടി ചെന്നുകൊണ്ടുള്ളേ. അപ്പോ അർത്ഥാക്കുള്ളത് ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ സ്ഥാന അത് പണ്ട് മുതലേ അല്ലാഹു തആല ഈ ലോകത്തിലെത്തു വാട്ടിയിട്ട് ആ അത്രയും വലിയ നേതാവിടെ കിട്ടിയ ഞങ്ങളെ കൊണ്ട് അവിടെ പോലെ ഹബീബ് റസൂലുള്ളാഹി തങ്ങളെ പിരിസാക്കണോ. റബീഉൽ അവ്വൽ നിങ്ങളുടെ മൗലിദ് ഒരു നാല് ഒരു ഇടീ മൗലിദ് ഓതണം, ചുരുങ്ങിയത് ഒരു ഹദീസെങ്കിലും ഓതണം. നബി തങ്ങളുടെ പേരിൽ ഔത്തുൽ മൗലിദാക്കണം, നബി തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം, നബി തങ്ങളുടെ പേരിൽ അംഗാരം കൊടുക്കണം, നബി തങ്ങളുടെ സുന്നത്തിനെ പഠിക്കണം, ജീവിതത്തിൽ അതിന് പരിവർത്തനം അതിനെ പകർത്താൻ വേണ്ടി ശ്രമിക്കണം, നബി തങ്ങളെ സംബന്ധിച്ചുള്ള ഇൽമുകൾ കേൾക്കണോ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങളെ ആ പ്രത്യേക റഹ്മത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.